ഡേ വേണേ ഒന്ന് എടുത്ത് കുടിച്ചോ. എന്തിന്? ഒന്ന് ഉഷാറാവട്ടെ. നിന്നെ കുടിച്ചിട്ടുള്ള ഒരു ഉഷാറും നമുക്ക് വേണ്ട. വേണ്ട വേണ്ട. അല്ലെങ്കിൽ നിന്നെ എന്ത് ന്യൂട്രീഷൻ വാല്യൂ ഉണ്ടായിട്ടാണ് കുടിക്കേണ്ടത്? അതിന് ഞങ്ങളെ കുറിച്ച് ന്യൂട്രീഷൻ കിട്ടുന്നത് ഞങ്ങളെ എവിടെയും പറഞ്ഞിട്ടുണ്ടാ? അതൊന്നുമില്ല. പിന്നെന്തോന്നാടാ? അല്ലെങ്കിൽ നിന്റെ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻസ് എങ്കിലും നല്ലതുണ്ടാ? ചേടാ അത് തന്നെയല്ലേ പറഞ്ഞത്. ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ കാൽഷ്യോ, വിറ്റമിനോ, അയണോ, പൊട്ടാസ്യോ ഒന്നും ഇല്ലാന്ന്. അത് ഞാൻ വായിച്ചു. പിന്നെ എന്താണ് നിന്റെ പ്രശ്നം? എടാ നിന്റെ ഇൻഗ്രീഡിയൻസിൽ മനസ്സിലായി ഷുഗർ കൂടുതലാണെന്നല്ലേ. ഷുഗർ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് അതിലും മോശമായ സാധനം, ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ്. പിന്നെ പഞ്ചാര വാങ്ങിച്ച മുതലാവോ? എടാ ശരീരത്തിൽ റിഫൈൻ ഷുഗറിനെക്കാളും കുഴപ്പമുള്ള സാധനമാണ് ഇത്. എന്നിട്ട് ഇപ്പം എല്ലാം പറഞ്ഞു കൊടുക്കാൻ പോകണം. പിന്നല്ലാതെ ഓരോന്നോരോന്നായിട്ട്. ഒന്നാമത്തേത് ഫാറ്റി ലിവർ ഡിസീസ്, 2 ഒബിസിറ്റി ആൻഡ് വെയിറ്റ് ഗെയിൻ, 3 ടൈപ്പ് 2 ഡയബറ്റീസ്, 4 ഹാർട്ട് ഡിസീസ്. കഴിഞ്ഞ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് കഫേൻ അല്ലേ? അതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. വല്ലാത്ത കോൺഫിഡൻറ്റ് തന്നെ നിനക്ക്. അല്ല അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഈ ഫോസ്ഫറിക് ആസിഡ് എന്തിനാണ്? അത് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ആകുമ്പോൾ നല്ല തീക്ഷ്ണതയൊക്കെ വേണ്ടേ? വെറുതെ അല്ല കക്കൂസ് വരെ ക്ലീൻ ആവുന്നത്. എടാ നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. ഇന്റർനാഷണൽ ജേർണൽ ഓഫ് ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ്റെ ഹെൽത്ത് റിസ്ക് ഓഫ് ഫോസ്ഫറിക് ആസിഡ് ഇൻ കോള ഡ്രിങ്ക്സിൻ്റെ റിപ്പോർട്ട് ഞാൻ വായിച്ചതാണ്. അതുപ്രകാരം റിസ്ക് ഓഫ് ബോൺ ഹെൽത്ത്, കാൽഷ്യം ഡെഫിഷ്യൻസി മൂലം എല്ലുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കിഡ്നി ഡിസീസസ്, പല്ലുകളുടെ ആരോഗ്യത്തിനും ഒരുപോലെ തന്നെ ഇത് പ്രശ്നമാണ്. കഴിഞ്ഞ അല്ല എന്ത് ചെയ്യാൻ ഉദ്ദേശം? ഈ റിപ്പോർട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിൽ വിശദമായിട്ട് കൊടുക്കും. എല്ലാവരും വായിച്ചോന്ന് അറിയട്ടെ. അത്രേ ഉള്ള. എടാ ഏതെങ്കിലും ഒരു സൂപ്പർ താരത്തെ വെച്ച് പരസ്യം ചെയ്താൽ തീരാവുന്നേ ഉള്ളൂ നിന്റെ ഈ അവയർനെസ്.